ഇങ്ങനെയൊക്കെ ഒരാൾ തെറി വിളിക്കാൻ പാടുണ്ടോ? ലിറ്ററലി അസഭ്യ വർഷം ചൊരിയുക എന്നൊക്കെ പറയണതാണ് ശരിക്കും കേട്ടത് കേട്ടോ. അതെന്താണെങ്കിലും യൂട്യൂബ് ചാനൽ ആ തെറിവിളി നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ദിയാസന യൂട്യൂബറായിട്ടുള്ള അജ്മലിനെ, പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ നെയിം, അജ്മലിനെ തെറി വിളിച്ചിരിക്കുകയാണ്, അസഭ്യവർഷം ചൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തെറി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു ചാനൽ ഫൈനൽ ന്യൂസ് മലയാളം അവരുടെ ഇൻസ്റ്റാ പേജിൽ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. ഇപ്പോൾ ഒരു പുരുഷനെ ഒരു സ്ത്രീ ആണിപ്പം തെറി വിളിച്ചിരിക്കുന്നത്. നേരെ സ്ത്രീയാണ് ഒരു പുരുഷനെ ഇവിടെ വിളിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അപ്പോൾ ഈ ദിയാസനയും അജ്മലും തമ്മിൽ ബിഗ് ബോസ് സംബന്ധിച്ച ഒരു പ്രശ്നമാണുള്ളത്. പക്ഷേ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി ദിയാസനയുടെ ഭാഗത്തായിക്കോട്ടെ ന്യായം, അല്ലെങ്കിൽ അജ്മലിൻ്റെ ഭാഗത്തായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദിയാസന പറഞ്ഞ തെറികളാണ്. ഇപ്പം അജ്മൽ ചെയ്ത കാര്യത്തിന് പോലും പറഞ്ഞിരിക്കുന്ന അജ്മലിൻ്റെ അമ്മയെ, പെങ്ങളെ, ഭാര്യയെ. അപ്പം എന്താണ്, നീ നിന്റെ ഭാര്യയും പെങ്ങളെയൊക്കെ വിട്ടിട്ട് അമ്മയൊക്കെ വിട്ടിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ലേ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതുപോലും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ തെറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിയാസന. ദിയാസന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്. എന്നിട്ട് ഞാൻ ദിയാസനയോടാണ് ചോദിക്കുന്നത്, അവരൊരു പക്ഷേ ഇത് കാണില്ലായിരിക്കാം, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും നിങ്ങളെ തെറി വിളിച്ചതുണ്ടല്ലോ, ആളുടെ അമ്മയെയും പെങ്ങളെയും ഭാര്യയൊക്കെയാണ്. ഇതിലൊന്നും ഉള്ള ഒരു വ്യക്തിയല്ലല്ലോ. അല്ലെങ്കിൽ അജ്മലിനോട് പറയേണ്ട കാര്യം, അജ്മലിനോട് തെറി വിളിച്ചത് തെറ്റ്. പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നത്തിന് ആ വലിച്ചിഴച്ചത് ഈ 3 പേരെന്ന് പറയുന്നത് അവർ സ്ത്രീകളല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഒരു തെറി വിളിച്ചെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായേനെ. ഇപ്പോൾ പുരുഷനെ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം അധികം ആരും വന്നിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദിയാസന നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നേ ഇല്ല. ഇപ്പം എവിടെ നോക്കിയാലും ആ ഒരു തെറിവിളികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ നമ്മുടെ സംസ്കാരം? നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സംസാരിച്ച് തീർക്കുക, അല്ലെങ്കിൽ ഇച്ചിരി റേസ് ചെയ്ത് സംസാരിച്ചതിലും പ്രശ്നമില്ല. ഈ തെറികളൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും 15 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക്, അജ്മലിൻ്റെ പെങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അജ്മൽ കേസ് കൊടുത്തിട്ടുണ്ട്. പോക്സോ അതിൽ കേസ് വരും, അതുപോലെ തന്നെ പോക്സോ നിയമപ്രകാരം കേസ് വരും. അല്ലെങ്കിൽ പിന്നെ സ്ലട്ട് ഷേമിങ്ങിനും അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു വികാരം ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ചെയ്തത് വളരെ മോശം ഉള്ളൊരു കാര്യം തന്നെയാണ്. തെറി എന്താണെങ്കിലും ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അജ്മലിനോട് എനിക്കൊരു കാര്യത്തിലൊരു വിയോജിപ്പുണ്ട്. അജ്മൽ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാനത് ഇവിടെ കാണിക്കാം. എനിക്ക് തെറി വിളിക്കാൻ അറിയാണ്ടല്ല, ആണുങ്ങളാണ് തെറി വിളിക്കും, തെറി വിളിക്കാനുള്ള കഴിവുകൊണ്ട് പറയുകയും ചെയ്യും. പിന്നെ എനിക്ക് തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ആണുങ്ങളായ തെറി വിളിക്കും, തെറി വിളിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് അജ്മൽ പറഞ്ഞിരിക്കുന്നത്. അജ്മൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ആണുങ്ങളായാൽ തെറി വിളിക്കുന്നു പറയുന്നത് എവിടെയാണ്? എത്ര ആണുങ്ങളാണ് തെറി വിളിക്കുന്നവരുള്ളത്? തെറി വിളിക്കില്ലാത്ത എത്രയോ ആണുങ്ങളുണ്ട്. അപ്പോൾ ആണുങ്ങളായാൽ തെറി വിളിക്കും എന്നുള്ളത് അതത്ര വലിയ ക്രെഡിറ്റും അല്ല, അല്ലെങ്കിൽ അത് ആണുങ്ങളായാൽ തെറി വിളിക്കുക എന്നുള്ളത് എല്ലാ ആണുങ്ങളും ചെയ്യുന്നൊരു കാര്യം കൂടിയല്ല. ആണായാലും പെണ്ണായാലും തെറി വിളിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ വേറൊരു പക്ഷമുണ്ട്, പെണ്ണ് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അയ്യേ, ആണുങ്ങൾ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മാസ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് അതിനോടും യോജിപ്പില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ എന്ത് തന്നെ വിഷയമാണെങ്കിലും ഇങ്ങനെ തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റേതായ രീതിയിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.